ഗാഡ്. ഈശോയുടെ മക്കൾക്ക് സുഖമാണോ? ഇന്ന് നമ്മുടെ കൂടെ തിരുഹൃദയ ഈശോയുണ്ട്. ഈശോയോടൊപ്പമായിരിക്കും നമ്മൾ ഈ എപ്പിസോഡ് തുടരുന്നത്. തിരുഹൃദയത്തെ പറ്റി നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ചെറിയ ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ ലോകത്തിൽ നമുക്ക് 3 തരത്തിൽ ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. എത്ര തരത്തിലാ? 3 തരത്തിൽ. ഓക്കെ, ഒന്നാമത്തത് നമുക്കൊരു മൃഗമായി ജീവിക്കാം. മനുഷ്യനൊരു മൃഗമാണ് അല്ലേ? ഈ പട്ടി, പൂച്ച, കോഴി, താറാവ്, ഒട്ടകം, പോത്ത് എന്ന് പറയുന്നത് പോലെ ജീവികൾ, പ്രാവ്, കിളി എന്ന് പറയുന്നത് പോലെ ഒരു ജീവിയാണ് മനുഷ്യൻ അല്ലേ? നമ്മളും ഒരു ജന്തുവാണ്, മൃഗമാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? ഈ മൃഗങ്ങളുടെ പ്രത്യേകത എന്താ? ഇവര് ജനിക്കുന്നു അല്ലേ? ജനിക്കുന്നു, അവർ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മക്കളെ ജനിപ്പിക്കുന്നു, അവർ വീണ്ടും കഴിച്ച് വളർന്ന് അവരങ്ങ് മരിക്കുന്നു അല്ലേ? അപ്പം ജനനം, ഇടയ്ക്ക് കുറച്ച് ജീവിതം, അത് കഴിഞ്ഞ് മരണം, തീർന്നു. ഓക്കെ, സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നു. ഓക്കെ, അതാണ് ഒരു മൃഗത്തിന്റെ കടമ. അവർ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ 1-ാം തരം. ഇനി 2-ാമത്തെ തരം. 1-ാം തരം ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ മൃഗമായി ജീവിക്കുന്നതിന് തുല്യം നമ്മൾ ജനിക്കുന്നു. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞ് പഠിക്കുന്നു, ഒരു ജോലി ഉണ്ടാക്കുന്നു, മേ ബി കല്യാണം കഴിക്കുന്നു, മക്കളെ ജനിപ്പിക്കുന്നു, മക്കളെ കല്യാണം കഴിച്ചു വിടുന്നു, വീണ്ടും നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നു, നമ്മൾ മരിക്കുന്നു. ഒക്കെ സ്വന്തമായിട്ട് ജീവിച്ച് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മരിക്കുന്നു. ഒക്കെ ഒരു മൃഗവുമായിട്ട് കണക്ട് ചെയ്യുന്നു. 2-ാമത്തെ ആൾക്കാർ സാമൂഹ്യ ജീവി. ഓക്കെ, സാമൂഹ്യ ജീവി, മൃഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിസ്റ്റോട്ടിൽ കേട്ടിട്ടുണ്ടോ? മക്കളൊക്കെ വലുതാകുമ്പോൾ ഹിസ്റ്ററിയിൽ പഠിക്കും. അരിസ്റ്റോട്ടിൽ പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. ഓക്കെ, അപ്പം ഈ സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ സമൂഹത്തെ പറ്റി കരുതുന്നു. ഓക്കെ, ഒരു കൂട്ടായ്മയുണ്ട്, ഒറ്റയ്ക്കല്ല, നമ്മൾ സമൂഹമായി ഒത്തൊരുമയോടെ ജീവിക്കുന്നു. എനിക്ക് നിങ്ങൾ വേണം, നിങ്ങൾക്ക് ഞങ്ങളും വേണം. എനിക്ക് പപ്പ വേണം, അമ്മ വേണം, സമൂഹം വേണം, കൂട്ടുകാർ വേണം, നാട് വേണം, നാട്ടുകാർ വേണം. ഓക്കെ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ പരിഗണന വേണം, സപ്പോർട്ട് വേണം. ഇതാണ് 2-ാം തരം ജീവിതം. ഓക്കെ, അപ്പം ആദ്യത്തെ കാറ്റഗറി എന്നുള്ള വ്യത്യാസം എന്താ? ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അവരുടെ സന്തോഷവും അവരുടെ പരിഗണനയും അപ്രീസിയേഷനും ഒക്കെ ആവശ്യമാണ്. എൻ്റെ കഴിവുകൾ ഞാൻ സമൂഹത്തിന് കൊടുക്കുന്നു, അതുപോലെ അവർക്കുള്ളത് ഞാനും ആസ്വദിക്കുന്നു. ഓക്കെ, ഏതാ? 2-ാം കാറ്റഗറിയിലെ ആൾക്കാർ. ഇനി 3-ാമത്തെ കൂട്ടുകാരെ, ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യന് ഒരു മൃഗമാണ്, ഒരു സമൂഹ ജീവിയാണ്, ആത്മീയതയുള്ളതാണ്. ആത്മീയ ദൈവവുമായി കണക്ട് ചെയ്യുന്ന, അവൻ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി. ഒക്കെ പിടികിട്ടിയല്ലോ? അപ്പോൾ ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റ് 2 കൂട്ടരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് കാഴ്ചയ്ക്കപ്പുറം കാഴ്ചപ്പാടുണ്ടാവും. ഓക്കെ, അവൻ ഈ ലോകം എങ്ങനെ സുന്ദരമാക്കാം, എങ്ങനെ കുറച്ചുകൂടി അടിപൊളിയാക്കാം, ഇത് അവൻ്റെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം, എൻ്റെ ലക്ഷ്യം എന്താ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഞാൻ ആരാ, ഞാൻ എന്താ, എന്നെ സൃഷ്ടിച്ചത് ആരാ, എന്തിനാ ഈ ലോകത്ത് ഞാൻ വന്നത്, ഈ ദൈവം ആരാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് 3-ാമത്തെ ആൾക്കാരാണ്. അവരുടെ സംഭാവന വളരെ വലുതായിരിക്കും. മഹാന്മാർ, വിശുദ്ധർ, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. മക്കളെ കുറച്ച് വിശുദ്ധരുടെ പേര് പറഞ്ഞ്, നിങ്ങൾക്ക് അറിയാവുന്നുള്ള കുറച്ച് വിശുദ്ധര്. ഓക്കെ, അമ്മ ത്രേസ്യയുണ്ട്, വിശുദ്ധ കാർലോ അക്യൂറ്റിസ് ഉണ്ട്, സെയിൻറ്റ് ആൻ്റണി ഉണ്ട്, സെയിൻറ്റ് ഫ്രാൻസിസ് ഉണ്ട്, പിന്നെ അപ്പോസ്തലന്മാരൊക്കെ വിശുദ്ധരാണ്. ഇതുപോലെ നമുക്ക് പറയാം, നമ്മുടെ പള്ളിയിലൊക്കെ ഓരോ സെയിൻറ്റ് കാണുമല്ലോ. നിങ്ങളുടെ പള്ളിയിലും ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ പരിശുദ്ധ അമ്മയുടെയോ ഔസേപിതാവിൻ്റെയോ ഒക്കെ പേരിലായിരിക്കും. ഓക്കെ, അപ്പം 3-ാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു ആത്മീയ മനുഷ്യൻ. അപ്പോൾ 1-ാമത്തതോ മനുഷ്യൻ, ഒരു മൃഗത്തെ പോലെ സാധാരണ ജീവിച്ച് മരിക്കുക. 2-ാമത്തതോ സാമൂഹ്യ ജീവി. 3-ാമത്തത് ആത്മീയ മനുഷ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഏത് തരം ജീവിക്കണം? വലുതാവുമ്പോഴോ കുറച്ചുകൂടിയൊക്കെ വലുതാവുമ്പോൾ ആത്മീയ മനുഷ്യനായിട്ട് ദൈവവുമായിട്ട് കണക്ഷനുള്ള, ഭൂമിയിലുള്ള ആൾക്കാർ മാത്രമല്ല, നമുക്ക് ഇൻ്റർനാഷണൽ കണക്ഷൻ തമ്പുരാനുമായിട്ട് പിടിമുകളിൽ വേണം. അതാണ് ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ പിടിമുകളിലായ നമ്മൾ ഇവിടെ നേടുന്നതൊക്കെ വളരെ വലുതായിരിക്കും, വേഗം നശിച്ചു പോകുന്നതല്ല, വേഗം തകർക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ആത്മീയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാം. എന്നെ സിസ്റ്ററിൻ്റെ അടുത്തൊരു ചോദ്യം, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഓക്കെ ഏറ്റവും പ്രധാനമായി വേണ്ട അവയവം ഏതാ? നമുക്ക് ഏറ്റവും പ്രധാനം, എല്ലാ അവയവങ്ങളും വേണം അല്ലേ, നമുക്ക് എല്ലാം പ്രധാനപ്പെട്ടതാണ്. എങ്കിലും
ഒരു കാര്യവും ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു, നമ്മൾ ലോകത്തിൽ നിന്ന് പറഞ്ഞു വിടും. ഏതാ? ഹൃദയം അല്ലേ? നമ്മുടെ ഹൃദയമാണ് ജീവനുമായി കണക്ട് ചെയ്യുന്ന അവയവം. ജീവനില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു വിടും, ഓടിച്ചു വിടും. അപ്പോൾ ഓടിച്ചു വിടുമെന്ന് വെച്ചാൽ നമ്മളെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കും, നമ്മളെ ഒഴിവാക്കും, എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും. ഓക്കെ, അപ്പോൾ ജീവനാണ് ഹൃദയവുമായി കണക്ട് ചെയ്യുന്നത്. ഇനി ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റു അവയവങ്ങളിൽ നിന്ന് ഹൃദയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തായിരിക്കും? ഓക്കെ, ഹൃദയമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, രക്തം ഓടിക്കുന്നത്. ഇപ്പം ബ്രെയിനിലായാലും കാൽപാദങ്ങളിലായാലും വിരലുകളിലായാലും നടുഭാഗം നമ്മുടെ ഹാർട്ട്, ചെസ്റ്റ്, ഇൻറ്റസ്റ്റൈൻ ഏത് ഭാഗം കൊടുത്താലും ബ്ലഡ് ഓട്ടിച്ച് അവിടെ എത്തിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം. ഇനി രണ്ടാമത്തെ, വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന അവയവം നമ്മുടെ സ്വന്തം ഹൃദയമാണ്. ഓക്കെ, ഹാർട്ടാണ്. ഹാർട്ടിനെ മാറ്റി വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഹാർട്ട് വേണം. ഓക്കെ, പണിയെടുക്കുന്നത്. ഇനി മൂന്നാമത്തത്, നമ്മൾ സ്നേഹം. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഏത് അവയവമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? കാലാട്ടാണോ, കൈയാട്ടാണോ, നമ്മുടെ പുറകിലിരിക്കുന്ന നടുവോ, സ്പൈനൽ കോഡായിട്ടൊന്നും അല്ലേ അല്ലേ? നമുക്കൊരാളോട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ കണക്ട് ചെയ്യുന്ന അവയവം ഹാർട്ടാണ്. അതുപോലെ നമ്മൾ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടോ? അതിലൊരു സ്വാഗത പ്രസംഗം കാണും, ഒരു നന്ദി പ്രകാശനമൊക്കെ കാണും. അപ്പോൾ അവർ പറയുന്നു, സാറിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, അല്ലേ, ഹൃദയം നിറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞ് ഹാർട്ടുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത്, അങ്ങനെയെങ്കിൽ ബൈബിളിൽ, ഓക്കെ, നമ്മുടെ സ്വന്തം ബൈബിളിൽ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുന്ന വചനമുണ്ടോ? ഇഷ്ടം മാതിരിയുണ്ട്. ഒരു 2-3 നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഒന്ന് പഴയ നിയമം തുടക്കത്തിൽ നമ്മൾ പോകുമ്പോൾ കാണും, 1 സാമുവേലിൽ കാണും, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവം മനുഷ്യൻ്റെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവം സൂം ചെയ്ത് നോക്കണത് നമ്മുടെ ഈ ശരീരപ്രകൃതി എന്നല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ടാണ്. ഓക്കെ, ഒന്ന്. ഇനി രണ്ടാമത്തത്, വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പം ഈശോ മരിച്ചു, ഈശോ അടക്കി, ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ സമയത്ത് എമ്മൗസ് യാത്ര, 2 ശിഷ്യന്മാർ പോണ ഒരു യാത്രയുണ്ട്. മക്കളെ പപ്പയമ്മയുടെ ഒക്കെ ചോദിച്ചാൽ മതി, അവർ കഥ പറഞ്ഞു തരും. അപ്പോൾ അവരിങ്ങനെ നടക്കുമ്പോൾ ആ വചനം ലൂക്ക 24-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ അവരോടത്ത് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹൃദയം ജ്വലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവർ പരസ്പരം ചോദിക്കുന്നതാണ്. ഹൃദയം ജ്വലിച്ചു. അപ്പം ഏതവയവ ജ്വലിച്ച? ഹൃദയം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ എസെക്കിയേൽ കാണും. എസെക്കിയേൽ 36-26 നമ്മൾ കാണും, ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും, നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം തരും. ഓക്കെ, അപ്പോൾ എന്താ? നമ്മുടെ ഹൃദയം വീണ്ടും. ഇനി ഒരു വചനം കൂടി, ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. അപ്പോൾ എൻ്റെ മക്കളെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഹൃദയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമ്മുടെ സ്നേഹവും സന്തോഷവും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുന്നത് ഹൃദയം എന്ന അവയവത്തിലൂടെയാണ്. ഓക്കെ, അത് പിടികിട്ടിയല്ലോ. ഓക്കെ, നമ്മുടെ ഹൃദയം ദൈവം സംരക്ഷിക്കട്ടെ, ആരോഗ്യം തരട്ടെ എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. ഓക്കെ മക്കളെ, ഇനി വന്നോ, നമുക്ക് ഈശോയുടെ ഹൃദയത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഓക്കെ, സിസ്റ്ററിന്റെ ഒരു ചോദ്യം. ഓക്കെ, നമ്മുടെ ഹൃദയം എവിടെയാണ്? ഈശോയുടെ ഹൃദയം എവിടെയാണ്? ഇപ്പം ഈശോയുടെ രൂപത്തിൽ നോക്കിക്കേ, ഈശോയുടെ ഹൃദയം എവിടെയാ വെച്ചേക്കുന്നേ? സിസ്റ്ററിന്റെ ഹൃദയം എവിടെയാ വെച്ചിരിക്കുന്നേ? സിസ്റ്ററിന്റെ ഹൃദയം ഉള്ളിലാണ്, അല്ലേ? സിസ്റ്ററിന്റെ ഹൃദയം ഉള്ളിലാണ്. ഈശോപ്പയുടെ ഹൃദയം ദേ പുറത്ത് വെച്ചിട്ടുണ്ട്, പുറത്ത് നമുക്ക് കാണാം, അല്ലെ? പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈശോയുടെ കൈ ഇതുകൊണ്ട് ചൂണ്ടിയല്ലേ ഇരിക്കണേ? എന്തിനാ നമ്മൾ ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഈശോ ഇങ്ങനെ തിരുഹൃദയത്തിൽ ചൂണ്ടിയിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ, എൻ്റെ കുട്ട, ഈശോയുടെ ഹൃദയത്തിൽ ഇരിക്കാനുള്ള ഇൻവിറ്റേഷനാണ്. എൻ്റെ കുട്ട, വായോ, എൻ്റെ ഈ ഹൃദയത്തിൽ നീ ചേർന്നിരുന്നോ, എൻ്റെ കുഞ്ഞെ വാ, ഇവിടെ സ്ഥലം ഉണ്ടറാ, ആരും ഇല്ലെങ്കിലും ദേ അപ്പൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കുള്ള ഇൻവിറ്റേഷൻ, വെൽക്കമിങ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈശോ കാണിക്കുന്നു. അപ്പോൾ എന്ത് നല്ല ഈശോയാണ് നമ്മുടെ ദൈവം, അല്ലേ? ഇനി 2, എൻ്റെ മക്കളെ, നിങ്ങൾ കണ്ടോ, ഈശോയുടെ ഹൃദയത്തിന് ചുറ്റും ഇത് മുള്ളാണ്, മുൾപ്പടർപ്പ്. ചില ചിത്രങ്ങളിൽ കാണാൻ ഇങ്ങനെ ചുറ്റി വരഞ്ഞിരിക്കുന്ന കാരമുള്ളു പോലെ കട്ടി മുള്ളാണ്. എന്തിനാ മുള്ള്? അത് ഈശോയുടെ സഹനമാണ്.
ഒക്കെ. ഇനി നമ്മുടെ ഹൃദയത്തിൽ കാരമുള്ളോ വലിയ മുള്ളുകളൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് വേണ്ടി എല്ലാം ഈശോ സഹിച്ചു. അപ്പം അത് സഹനമാണ്. സഹനത്തിലൂടെ ഈശോക്കുള്ളതെല്ലാം നഷ്ടമാക്കി. അത്യുന്നതനായ ദൈവം, രാജാക്കന്മാരുടെ രാജാവായ ദൈവം എല്ലാം നഷ്ടപ്പെടുത്തി ശൂന്യനായി. ആർക്ക് വേണ്ടിയാ? എന്നെ സ്വന്തമാക്കാൻ വേണ്ടി, ഞാൻ ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ വേണ്ടി ദൈവം സകലതും, രൂപവും ഘടനയും ഭാവവും ആ പ്രതാപവും എല്ലാം നഷ്ടപ്പെടുത്തി എന്നെ പോലെ കുഞ്ഞായി, ചെറുതായി. ആർക്ക് വേണ്ടിയാ കൂട്ടാ? നമുക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ആ സഹനത്തിലൂടെയാണ് ഈശോ നമ്മളെ സ്വന്തമാക്കിയത്. ഓക്കെ, സഹനം നമുക്ക് ഗുണമായി നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. ഓക്കെ, ഇനിയുണ്ട്. അപ്പൊ നമ്മള് ഈശോയുടെ ഇത് കണ്ടു. ഇനി ഇതേ എന്നാ ഈ തീപ്പന്തം കാണില്ല, ജ്വലിക്കുന്ന തീപ്പന്തം. ഈ തീപ്പന്തം കാണിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ തീവ്രതയാണ്. ഓക്കെ, സ്നേഹം, എനിക്ക് സ്നേഹമുണ്ട്, ഐ ആം ഓക്കെ, എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ മക്കളെ? അപ്പോൾ ആ തീവ്രത, ഈശോക്ക് അത്രമാത്രം നമ്മോട് സ്നേഹമാണ്. അതൊരിക്കലും അണഞ്ഞു പോകുന്നില്ല, മങ്ങിപ്പോകുന്നില്ല. എന്നും അന്നും ഇന്നും ഇനിയും വരുന്ന കാലങ്ങളിൽ അത് ജ്വലിച്ചു കൊണ്ടിരിക്കും. കാരണം തമ്പുരാന് ഒരു കണിക പോലും ഇഷ്ടക്കേടില്ല, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് തീഷ്ണത, സ്നേഹത്തിന്റെ തീഷ്ണതയാ കാണിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്തൊരു കുരിശിരിക്കുന്നത് കണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ഒരു കുരിശുണ്ട്. ഈ കുരിശെന്ന് പറയുന്നത് കുരിശാണ് രക്ഷ. നമ്മൾ പാടിയിട്ടില്ലേ? ആ പാട്ട് പഠിക്കേ. നമ്മൾ പെസഹ കാലത്തൊക്കെ നമ്മൾ പാടും. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച കുരിശ് എടുത്തുയർത്തല്ലോ, കുരിശ്, ഈശോ കുരിശിൽ മരിക്കുന്നു. അപ്പം നമ്മൾ പാടുന്ന പാട്ടാണ് കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു കേട്ടോ. നമുക്ക് കുരിശ് അങ്ങനെ രക്ഷ കൊണ്ടുവന്നത്, ഭൂമിയിലേക്ക് രക്ഷ കൊണ്ടുവന്നത് കർത്താവായ ക്രിസ്തു കുരിശു മരണത്തിലൂടെ, കുരിശിലൂടെയാണ്. അപ്പൊ ഈ കുരിശിനെ ചവിട്ടിയായിരിക്കും, അല്ലെങ്കിൽ കുരിശിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. കുരിശ് ഒരു പാലമാണ്. ഓക്കെ, സ്വർഗത്തിലേക്ക് കയറാനുള്ള പാലം. ഈ പാലം പണിഞ്ഞതാരാ? ഈശോയാണ്, നമ്മുടെ ഈശോയാണ്. സ്വർഗം, കാരണം പാപത്തിലൂടെ നമ്മൾ വ്യത്യസ്തമല്ലേ. ഈ ആദ്യ മാതാപിതാക്കൾ അറിയല്ലോ, ആദ്യത്തെ പപ്പയമ്മ, അപ്പൂപ്പൻ്റെ അമ്മയും ഇവര് പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ചു. അതുവരെ അവരൊന്നായിരുന്ന കർത്താവുമായിട്ട് ഇങ്ങനെ കൂട്ടുപിടിച്ച് നടന്നവര് പാപം വന്ന് സെപ്പറേറ്റ് ആയപ്പോൾ എന്നാ ചെയ്തു? ഇതിന് പിന്നെ നമ്മളും നമ്മുടെ പൂർവികരൊക്കെ പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി വിസ്തൃതമായി. ഇങ്ങനെ അകന്നു പോയ നമ്മളെ ഒന്നിപ്പിക്കാൻ കർത്താവ് കണക്ട് ചെയ്ത പാലം ആണ് കുരിശിലൂടെയാണ് അത് സ്വന്തമാക്കിയത്. ഓക്കെ, അപ്പൊ കുരിശിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കും. കുരിശിലൂടെ നമ്മൾ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ അടുത്ത സ്വർഗത്തിലേക്ക് യാത്രയാവും. സുന്ദരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ഈ ഭൂമിയിലെ കുടിലിൽ നിന്ന് യാത്രയാകുന്നത്. ഓക്കെ, അപ്പം കുരിശ് കിട്ടിയല്ലോ. ഇനി എന്താ ഉള്ളത്? ഇനി ഈ ഹൃദയത്തിൽ നമ്മൾ ഇതിൽ ഇപ്പം കാണുന്നില്ല, ഇങ്ങനെ ഈശോയെ കുന്തം കൊണ്ട് കുത്തി രക്തത്തുള്ളികൾ ഇങ്ങനെ വെള്ളവും രക്തവും ഒഴുകുന്നത് കാണാം. ഓക്കെ, അപ്പൊ അത് കാണിക്കുന്നത് തന്നെ ഈശോരെ അവസാന തുള്ളി രക്തവും നമുക്ക് തന്നു. ഓക്കെ, തിരുമുറിവ്. ഓക്കെ, മുറിവുണ്ടോ? ഇതിൽ കാണിക്കുന്നില്ല, മുറിവില്ല. ആ തിരുമുറിവ് കാണിക്കുന്നത്, നമ്മുടെ മുറിവും തിരുമുറിവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് മുറിവ് ഉണ്ടായാൽ അത് എത്ര വലിയ മുറിവാണെങ്കിലും ഉണങ്ങും അല്ലേ? എത്ര കൈ ഒടിഞ്ഞു പോയാലും ക്രമേണ ഫ്രാക്ചർ ആയാലും നമ്മൾ ഇങ്ങനെ കൈയൊക്കെ തൂക്കിയിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് പോലെയൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുക്കും അല്ലേ? കാലോ കൈയോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ മുറിവ് ഉണങ്ങും. ഓക്കെ, എന്നാൽ ഈശോര മുറിവ് ഉണങ്ങില്ല. ഈശോര മുറിവ്, അതാണ് തിരുമുറിവ്. നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട ആ ഹൃദയം ഉണങ്ങാതെ ഇന്നും ഇരിപ്പുണ്ട്. അതാണ് തിരുഹൃദയത്തിൽ നമ്മളെ ചേർത്ത് വെക്കണേന്ന് നമ്മൾ പാടില്ലേ? ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ, നമുക്ക് രണ്ടുപേരും പാടിയാലോ അല്ലേ? അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ഇതിന്റെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് പാട്ടിലൂടെ, വാക്കിലൂടെ ഒക്കെ ആയിരിക്കണം. ഓക്കെ, പറയില്ലേ? മൂളിപ്പാട്ടായാലും നോ പ്രോബ്ലം. പാടി ഈശോയെ സ്നേഹിക്കാം, സന്തോഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഈശോയുടെ ഹൃദയത്തിലെ മുറിവ് തിരുമുറിവാണ്.
ഉണങ്ങാത്ത മുറിവാണ്, ഞാൻ കാരണം, എൻ്റെ പാപങ്ങൾ കാരണം തുളയ്ക്കപ്പെട്ട മുറിവ്. ഇനി അതിലൂടെ നമുക്ക് എല്ലാം തന്നു. അതാണ് വെള്ളവും. അവസാനം കുത്തിയ ഒരു ചേട്ടൻ, ഒരു പടയാളി കൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ കുത്തിയില്ലേ മരിച്ചതിന് ശേഷവും. അപ്പോൾ ഒഴുകി വന്നതാണ് ചോരയും നീരും. അത് എല്ലാം തന്നു. ഇനി തരാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. ഈശോ ഒന്നും ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി പിടിച്ച് വെച്ചിട്ടില്ല. എല്ലാം തന്നു. ഓക്കെ, ചിന്തിച്ചു നോക്കിയേ. ഈശോയുടെ അമ്മയെ നമുക്ക് തന്നില്ലേ? പരിശുദ്ധ അമ്മയെ തന്നില്ലേ? കുരിശിൽ കിടന്നപ്പോൾ എന്താ പറഞ്ഞത്? യോഹന്നാനോട് പറഞ്ഞ്, ഇതാ നിന്റെ അമ്മ. അപ്പോൾ യോഹന്നാൻ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വരുന്നപ്പോഴല്ലേ പരിശുദ്ധാത്മാവൊക്കെ നമുക്ക് കിട്ടിയത്. അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച അമ്മയെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. പിന്നെ എന്താ, ഈശോക്കുള്ളതെല്ലാം തന്നു. ഈശോ ഇന്നും ഈശോയുടെ നാമത്തിൽ വിശുദ്ധരെ ഉയർപ്പിച്ചിട്ടുണ്ട്, മരിച്ചുപോയവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. സൗഖ്യം കൊടുക്കുന്നില്ലേ ഇന്നും? അല്ലെ, നമുക്ക് ശാന്തി സമാധാനമൊക്കെ കിട്ടുന്നില്ലേ? അപ്പൊ ഉള്ളതെല്ലാം, കൃപകളും വരങ്ങളും ദാനങ്ങളും എല്ലാം ഭൂമിയിലെ മക്കളുമായിട്ട് പങ്കുവച്ചു. അങ്ങനെ അത് സർവ്വതും നമുക്ക് വേണ്ടി വിളമ്പി തന്നതാണ് ഈശോരെ തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് വരുന്ന ചോരയും നീരും കാണിക്കുന്നത്. പഠിച്ചോ? അതാണ് ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കാം. മക്കൾ പോകരുത്, ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ, ഇനി ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടിട്ടുണ്ടോ? ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ തിരുവോസ്തിയിലൊക്കെ ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ഈശോയുടെ ആ അപ്പം മാംസകഷ്ണമായി മാറുന്നു, രക്തക്കണികയായി മാറുന്നു. അതൊക്കെ അത്ഭുതങ്ങളുണ്ട് കേട്ടോ. അത്ഭുതങ്ങൾ നമ്മൾ നോക്കിയാൽ പഴയ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ കാണാം, 8-ാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതത്തിലും ഈ 21-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ നടന്ന അത്ഭുതങ്ങളെല്ലാം സെയിമാണ്. ഓക്കെ, സെയിമാണ് എന്ന് വെച്ചാൽ ഏത് ദേശത്തിൽ, ചിലപ്പം ആഫ്രിക്ക ആയിരിക്കാം, ജർമ്മനി ആയിരിക്കാം, പോളണ്ട് ആയിരിക്കാം, പിന്നെ മെക്സിക്കോ ആയിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തെടുത്താലും അത്ഭുതങ്ങളെല്ലാം മോറലസ് സെയിമാണ്. ഉദാഹരണത്തിന് ഈശോരെ ബ്ലഡ് ഗ്രൂപ്പ്, അപ്പം അതിൽ വരുമ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് ടെസ്റ്റിനൊക്കെ വിടും, എന്നിട്ടേ അവർ ഉറപ്പിക്കത്തുള്ളൂ അത് അത്ഭുതമാണോ വ്യാജമാണോ എന്നൊക്കെ. അപ്പം ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ആ അത്ഭുതം നടന്ന ഭാഗം അവർ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ മനസ്സിലാക്കി, ഏത് കാലത്തും കേട്ടോ, 8-ാം നൂറ്റാണ്ടിൽ 9, 10, 19, 21 ഏത് നൂറ്റാണ്ടുകളിൽ നടത്തിയ അത്ഭുതങ്ങളിലും കാണിക്കുന്നത് ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണ്. ഓക്കെ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അസിസ്റ്റൻ്റെത് O പോസിറ്റീവാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പോ? നമുക്കൊരു ബ്ലഡ് ഗ്രൂപ്പൊക്കെ കാണും. അപ്പം ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് ദേശത്തിൽ നടന്ന അത്ഭുതത്തിലായാലും ഏത് കാലത്തിൽ നടന്ന അത്ഭുതത്തിൽ ടെസ്റ്റ് പരീക്ഷണം തെളിയിക്കുന്നത് AB ആണ്. ഓക്കെ, ഇനി ഈ ഈശോയുടെ മിക്ക അത്ഭുതങ്ങളിലും കാരണം ഈശോയുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് സെൽസ്, ഓക്കെ, ബ്ലഡ് ടിഷ്യൂ, ഓക്കെ, അതെന്നാ സാധാരണ മരിച്ച ആളിൽ വൈറ്റ് സെൽസ് കാണില്ല. ഓക്കെ, വൈറ്റ് സെൽസ് കാണില്ല. പക്ഷേ ഈശോയുടെ ഹൃദയം, ഓക്കെ, ആ അത്ഭുതം നടന്ന ഭാഗം, ദിവ്യകാരുണ്യ അത്ഭുതത്തിലെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാ, വൈറ്റ് സെൽസ് ഉണ്ട്. അതിനർത്ഥം ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ, അതായത് ഒരു പുരുഷൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും, ആ ഭാഗമാണ് ഇരിക്കുന്നത് എന്നാണ് ടെസ്റ്റ് തെളിയിച്ച് ശാസ്ത്രജ്ഞന്മാർ എഴുതി വിട്ടിരിക്കുന്നത്. കണ്ടോ എൻ്റെ മക്കളെ? അപ്പോൾ അതിലൂടെ മനസ്സിലാവില്ലേ, നമുക്ക് തെളിയിക്കാൻ പറ്റില്ലേ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. പിന്നെ ആ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ആ ബ്ലഡ് ടിഷ്യൂ തന്നെ കാണിക്കുന്നത് മറ്റൊരു കാര്യം, ഒത്തിരി സഹനങ്ങൾ സഹിച്ച, ഒത്തിരി പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു പുരുഷൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, സെൻട്രൽ ഭാഗമാണ്, മയോകാർഡിയോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടാ കണ്ടോ, അതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈശോയുടെ ഏത് കാലത്തിലെടുത്താൽ ബ്ലഡ് ഗ്രൂപ്പ് സെയിമാണ്, ഹാർട്ടിൻ്റെ ഭാഗമാണ്, അത് ജീവനുള്ള ഹൃദയമാണ്, സഹനങ്ങൾ നേരിട്ട ഹൃദയമാണ്. അതൊക്കെയാണ് ഈ ഹൃദയം നമ്മിലൂടെ പഠിപ്പിക്കുന്നത്. അതാണ് ദിവ്യകാരുണ്യ അത്ഭുതം. ഇനി ഒരു കുഞ്ഞു ചോദ്യം കൂടി. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഫേമസ് ആയ വിശുദ്ധനായ ഒരു കുഞ്ഞു വിശുദ്ധനുണ്ട്. അറിയോ നിങ്ങൾക്ക് പേര്? 5 സെക്കൻഡ് തരാം, വേഗം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഓക്കെ, കാർലോ അക്വിറ്റിസ്. ഓക്കെ, ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ നെറ്റ് നമുക്കറിയാമല്ലോ, ഇൻ്റർനെറ്റ്, അതിലൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് പല സമയത്ത് പല ദേശത്ത് നടന്ന അത്ഭുതങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കണ്ടുപിടിച്ച് ചേർത്തിണക്കി അവൻ്റെ ബ്ലോഗിൽ അവൻ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ലോകം മുഴുവനും ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹം പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ കുറച്ചുകൂടി വെളിപ്പെടുത്തിയ, മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പിക്കൊടുത്ത ഒരു വിശുദ്ധനാണ്
വിശുദ്ധ കാർലോ അക്വിറ്റസ്. ഓക്കെ, അപ്പം നമുക്കിതുപോലെ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ഹൃദയം ചേർത്ത് പിടിച്ചും ഹൃദയത്തിന് ഉള്ളിൽ വസിച്ചും നമുക്ക് വളരാം. ഈശോയോടൊപ്പം നമുക്ക് ജീവിച്ച് നമ്മുടെ ഹൃദയവും മക്കളെ, ഇനി നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണമെന്ന് അറിയാവോ? ഈശോയെ, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണമേ. നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രാർത്ഥിക്കാറുണ്ട്, ജീസസ് മീക്ക് ആൻഡ് ഹംബിൾ ഓഫ് ഹാർട്ട് മേക്ക് മൈ ഹാർട്ട് ലൈക്ക് അൺടു യോഴ്സ്. ഓക്കെ, ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണമേ. അല്ലേ നമുക്ക് പറയാം, ഈശോയെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന ആ തീയില്ലേ, അതിൽ ഒരു സ്പാർക്ക്, ഒത്തിരി വേണ്ട, ഒരു കുഞ്ഞു സ്പാർക്ക് എൻ്റെ ഹൃദയത്തിൽ ഒന്ന് തരണേ, എൻ്റെ ഹൃദയം ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കില്ലേ, ഈ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുജലമേ തിരുരക്തമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങേൽ ആശ്രയിക്കുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതുപോലെ കുഞ്ഞു 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 പ്രാർത്ഥനകൾ ചൊല്ലി ഈശോയുടെ ഹൃദയം പോലെ സോഫ്റ്റ് ഹൃദയമാകാം. എസെക്കിയേൽ പറഞ്ഞതുപോലെ, ഒരു പുതിയ ഹൃദയം എന്നെ പിടിപ്പിക്കണമേ, ഒരു പുതിയ ചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ, എൻ്റെ ഹൃദയത്തിലെ ശിലാഹൃദയം എന്ന് വെച്ചാൽ നമ്മളെ ചിലപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാത്ത, നമ്മുടെ കാര്യം മാത്രം നടന്നാൽ മതി, നിങ്ങളൊന്നുമല്ല എന്ന് പറയുന്ന ആ കടുകട്ടി സ്വഭാവമുള്ള അതൊക്കെ മാറ്റി ഭയങ്കരമായുള്ള ശാന്തതയുള്ള ഒരു ഹൃദയം പിടിപ്പിക്കണമേ എന്ന് നമുക്ക് എസെക്കിയേലിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ, ഇന്നപ്പം നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്താലോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചത്? ഫസ്റ്റ് നമ്മൾ ചിന്തിച്ചു 3 തരത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാം. ഒരു മൃഗമായി ജീവിക്കാം, മൃഗത്തെ പോലെ ജനിച്ചു, ഭക്ഷണം കഴിച്ചു, മക്കളെ ജനിപ്പിച്ചു, നമുക്ക് മരിക്കാം. ഓക്കെ, രണ്ടാമത്തത് സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്നു. അവരില്ലാതെ എനിക്ക് പറ്റില്ല, ഞാനില്ലാതെ അവർക്കും പറ്റില്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നു, സമൂഹം നമുക്ക് വേണം, അവരുടെ കയ്യടി നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, രണ്ടാമത്. മൂന്നാമത്തത് ആത്മീയ മനുഷ്യന് ഈ ലോകത്തോട് മാത്രമല്ല ബന്ധം, അവന് സ്വർഗവുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. അവൻ്റെ സ്വപ്നം കുറച്ചുകൂടി വലുതായിരിക്കും. അവൻ്റെ കാര്യം മാത്രമല്ല ചിന്തിക്കുന്നത്, ഈ ലോകം സുന്ദരമാക്കാൻ വേണ്ടി ചിലപ്പോൾ ജീവൻ കൊടുത്ത് തന്നെ പണിയാനുള്ള ഒരു തീഷ്ണത ആത്മീയ മനുഷ്യന് ഉണ്ടാകും. ഓക്കെ, അപ്പം നമുക്ക് ഏത് തരം വേണം? മൃഗമായി ജീവിച്ച് മരിക്കണോ? ഉബേർ സാമൂഹ്യ ജീവിയായ മതിയോ? ഇല്ല, നമുക്ക് ആത്മീയ മനുഷ്യനാവണം. ആത്മീയ മനുഷ്യനാകണമെങ്കിൽ അതാരെ കൂട്ടുപിടിക്കണം? നമ്മുടെ കർത്താവായ നമ്മുടെ സ്വന്തം ഈശോപ്പായെ ചേർത്ത് പിടിക്കണം. ഓക്കെ, ഇനി വീണ്ടും സിസ്റ്റർ ചോദിച്ചു, ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. ഹൃദയമില്ലെങ്കിൽ ഈ ലോകം നമ്മളെ തള്ളി പുറത്താക്കും. അപ്പം ഇനി ഹൃദയം എങ്ങനെയായിരിക്കണം? അത് നമ്മൾ ഈശോയുടെ തിരുഹൃദയമായി നമ്മൾ ചിന്തിച്ചായിരുന്നു. തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ? ഇനി ലാസ്റ്റ് എന്താ പറഞ്ഞ? തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയമാകണം, നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആകണം. അങ്ങനെയാണെങ്കിൽ ആ തിരുഹൃദയത്തിനുള്ളിൽ നമുക്കൊരു സ്പേസ് വേണം. പിന്നെ ഈ ചൂണ്ടി വെച്ചിരിക്കണ ഈശോ നമ്മളെല്ലാം വിളിക്കണം, മക്കളെ വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുകയാണ്. ആ ഹൃദയത്തിനുള്ളിൽ മറഞ്ഞിരുന്ന് പൊതിഞ്ഞിരുന്ന് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടണം. ലോകം ഒത്തിരി കോമ്പറ്റീറ്റീവാണ് മക്കളെ. വർഷങ്ങൾ കഴിയും തോറും ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നന്മയേക്കാൾ കൂടുതലാകുന്നത്. എല്ലാം ശരി, എല്ലാം കറക്റ്റ് എന്ന് പറയുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, ആനന്ദത്തോടെ ജീവിക്കണമെങ്കിൽ ഈ അപ്പൻ്റെ കൂട്ട് നമുക്ക് വേണം. ഓക്കെ, ഈ അപ്പനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നമ്മൾ കെട്ടിപ്പിടിക്കില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഈശോയെ ചേർത്ത് പിടിച്ച് നമ്മൾ വളരണം. ഓക്കെ, അപ്പൊ തിരുഹൃദയ രാജാവിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകട്ടെ. ആ സ്ഥാനം ഉണ്ടാകാൻ ഈശോയെ നിരന്തരം ഈശോയുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ ക്ഷണിക്കാം. ഒരു സിംഹാസനം ഹൃദയത്തിൽ ഉണ്ടാക്കാം, അവിടെ പ്രതിഷ്ഠിച്ച് ചേർത്ത് വെച്ച് ഈശോയെ പോലെ ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.